ഹായ് എല്ലാവർക്കും മിത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ സെൻസേഷൻ ആൻഡ് റെസ്പോൺസിൻ്റെ ഹാഫ് പാർട്ട് നമ്മൾ തീർത്തു. ബാക്കി പകുതി ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെർവസ് സിസ്റ്റത്തെക്കുറിച്ചാണ്. നെർവസ് സിസ്റ്റത്തിൻ്റെ 4 ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. നെർവസ് സിസ്റ്റത്തിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. സെൻട്രൽ നെർവസ് സിസ്റ്റം, സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും സെക്കൻഡ് വൺ പെരിഫറൽ സിസ്റ്റം എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന 2 പാർട്ടാണ്. ഒന്ന് ബ്രെയിനും സെക്കൻഡ് വൺ സ്പൈനൽ കോഡും. ഓക്കെ, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ 2 പാർട്സ് ആണ്. ഫസ്റ്റ് വൺ ക്രേനിയൽ നെർവ്സും ഇവിടുത്തെ സ്പൈനൽ നെർവ്സും. ക്രേനിയൽ നെർവ്സ് ആക്ച്വലി 12 പെയറാണ്. 12 പെയേഴ്സ് ആണ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. സ്പൈനൽ നെർവ്സ് 31 പെയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ലിസൺ, നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്നും പെരിഫറൽ നെർവസ് സിസ്റ്റം എന്നും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന്റെ 2 ഭാഗമാണ് ബ്രെയിനും സ്പൈനൽ കോഡും. അതായത് ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലായിരിക്കും. ദെൻ പെരിഫറൽ നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രേനിയൽ നെർവ്സ് ആൻഡ് സ്പൈനൽ നെർവ്സ്. ക്രേനിയൽ നെർവ്സ് 12 പെയേഴ്സ് ആണ്. സ്പൈനൽ നെർവ്സ് എത്രയാണ്? 31 പെയേഴ്സ് ആണ്. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ബ്രെയിനിനെ കുറിച്ചാണ്. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നെർവസ് സിസ്റ്റത്തിന്റെ സെൻട്രൽ പാർട്ടാണ് ബ്രെയിന്. അതുപോലെ തന്നെ അപ്പം just right here. Right. Central part of nervous system. Okay. First point ഇതാണ്, സെൻട്രൽ പാർട്ട് ഓഫ് ദ നെർവസ് സിസ്റ്റം ആണ്. സെക്കൻഡ് വൺ, ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് ഒരു ബോണി കേസിനകത്താണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോൺസ് വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു ബോണി കേസ്. അത് നമ്മൾ പറയുന്ന പേരാണ് സ്കൾ. സ്കള് കൂടാതെ ബ്രെയിനിനെ കവർ ചെയ്തുകൊണ്ട് ഒരു 3 ലെയർഡ് കവറിംഗ് ഉണ്ട്. നമ്മൾ അതിന് പറയുന്ന പേരാണ് മെനിഞ്ചസ് എന്ന്. സോ മെനിഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ എന്താണ് 3 ലെയർഡ് കവറിംഗ് ആണ്. കവറിംഗ് ആണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചേ, അപ്പം ഇതാണ് സ്കളെന്ന് വിചാരിക്കാം. ഈ ഔട്ടർ ലെയർ സ്കള്. ഓക്കെ, ഈ ഔട്ടർ ലെയർ സ്കള്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ഭാഗത്ത് ബ്രെയിൻ ആണ്. ഇവിടെയാണ് ബ്രെയിൻ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് എന്തുണ്ട്? ഒരു 3 ലെയർഡ് കവറിംഗ് ഉണ്ട്. 1 2 3. അപ്പം ഇത് സ്കള്. ഈ 3 ലെയർ കവറിങ്, 3 ലെയർ അല്ല, ഈ ഒരു 3 ലെയർ ആയിട്ടുള്ള കവറിങ് നമ്മൾ പറയുന്ന പേരാണ് എന്താ? മെനിഞ്ചസ് എന്ന്. ഈ മെനിഞ്ചസ്, അതായത് ഈ മെനിഞ്ചസിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ അഡ്ജസൻറ്റ് ലെയേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ഫ്ലൂയിഡ് വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡിന് നമ്മൾ പറയുന്ന പേരാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. ഓക്കെ, അതായത് അതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറഞ്ഞാൽ CSF എന്ന് പറയും. ഈ ഒരു സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് നമ്മുടെ ബ്രെയിനിൻ്റെ ഈ മെനിജസിൻ്റെ ഇടയ്ക്ക് മാത്രമല്ല കാണുന്നത്, ആ ലെയേഴ്സിൻ്റെ ഇടയ്ക്ക് മാത്രമല്ല കാണുന്നത്, മറിച്ച് വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിനിലും എന്ത് കാണപ്പെടും? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടും. അപ്പം വെൻട്രിക്കിൾ ഓഫ് ബ്രെയിൻ. വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ അകത്തുണ്ടാകുന്ന ക്യാവിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെൻട്രിക്കിൾസ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഡിസ്കഷൻ നിങ്ങൾ ഇനി പഠിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ CSF എവിടെയൊക്കെ കാണപ്പെടുന്നത്? ഒന്ന് ഈ ഒരു മെനിഞ്ചസിൻ്റെ ഇടയ്ക്ക് കാണപ്പെടും. രണ്ടാമത് ബ്രെയിനിൻ്റെ വെൻട്രിക്കിൾസ് അല്ലെങ്കിൽ ക്യാവിറ്റീസിനകത്തും എന്ത് കാണപ്പെടും? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കാണപ്പെടും.
ഇനി ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡിൽ നിന്നാണ്. ബ്ലഡിൽ നിന്നുണ്ടാവും, ബ്ലഡിലേക്ക് എന്ത് ചെയ്യും, റീഅബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ബ്രെയിനിൻ്റെ ടിഷ്യൂസിന് ന്യൂട്രിയൻസും ഓക്സിജനും കൊടുക്കുക, പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ബ്രെയിൻ ടിഷ്യൂസ്. രണ്ടാമത്തത് പ്രഷർ, ബ്രെയിനിനകത്തെ പ്രഷറിനെ മെയിൻറ്റെയിൻ ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ. പിന്നെ മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം എഞ്ചുറീസ്, എന്തെങ്കിലും എഞ്ചുറീസിൽ നിന്ന് ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്, ഈ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ആണ്. ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നമുക്ക് ഓരോ ഭാഗങ്ങളെ കുറിച്ച് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, സെറിബ്രം. ഈ ഒരു ഭാഗം, ഈ ഒരു പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് സെറിബ്രം. ഓക്കെ, സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗം ഇതാണ് തലാമസ്. തലാമസിന് താഴെ കാണപ്പെടുന്ന ഈ ഒരു പോർഷൻ ആണ് ഹൈപ്പോതലാമസ്. ദെൻ അതിന് താഴെ കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ സെറിബെല്ലം എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, സെറിബെല്ലം. ദെൻ ഈ ഒരു പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് മെഡുല ഒബ്ലോംഗേറ്റ. അപ്പോൾ നമ്മൾ 5 ഭാഗങ്ങളാണ് പഠിച്ചത്. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ, തേർഡ് വൺ, ദെൻ ഫോർത്ത്, ദെൻ ഫിഫ്ത്ത് വൺ, അല്ലേ? 5 ഭാഗങ്ങളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 5 ഭാഗങ്ങൾക്കും അതിൻ്റെതായ സ്പെസിഫിക് ഫങ്ഷൻസ് ഉണ്ട്. അപ്പം ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറിബ്രത്തെ കുറിച്ചാണ്. സെറിബ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. കൂടാതെ ഇതിനകത്ത് ഒത്തിരി ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരുപാട് ചുക്കുചുളിവുകളുണ്ട്. അതാണ് നമ്മൾ ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് എന്ന് പറയുന്നത്. ഇനി സെറിബ്രത്തെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കോർട്ടെക്സ്. സെക്കൻഡ് വൺ മെഡുല. കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ കളേർഡ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് കോർട്ടെക്സ്. മെഡുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളേർഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് കോർട്ടെക്സ് മെഡുലയുടെ പെക്യുലാരിറ്റീസ്. കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേ കളറാണ് എന്ന് വെച്ചാൽ എന്താണ്, നോൺ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സ് കാണപ്പെടുന്ന സ്ഥലമാണ് കോർട്ടെക്സ്. മെഡുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലിനേറ്റഡ് ആയിട്ടുള്ള നെർവ് ഫൈബേഴ്സ് കാണപ്പെടുന്നതാണ് എന്തെന്നറിയപ്പെടുന്നത്, മെഡുല എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ ഒരു സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ്സ് കൺട്രോൾ അവർ തോട്ട്, ഇമാജിനേഷൻ, മെമ്മറി ആൻഡ് ഇൻ്റലിജൻസ്. ഈ 4 ഫങ്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, സെറിബ്രമാണ്. ഇത് മാത്രമല്ല, നമ്മുടെ വോളണ്ടറി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്, സെറിബ്രം ആണ്. സെക്കൻഡ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന തലാമസിനെ കുറിച്ചാണ്. തലാമസ് എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന ഈ ഒരു പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് തലാമസ്. തലാമസിന് മറ്റൊരു പേരുണ്ട്, റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടും. റിലേ സ്റ്റേഷൻ അതായത് നമ്മുടെ ബോഡിയുടെ വേരിയസ് പാർട്ടിൽ നിന്നും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ഇമ്പൾസും അതുപോലെ തന്നെ സെറിബ്രത്തിൽ നിന്നുള്ള ഇമ്പൾസും വന്നു ചേരുന്നത് എവിടെയായിരിക്കും, നമ്മുടെ തലാമസിലായിരിക്കും. അങ്ങോട്ട് പോകുന്നതും ഇങ്ങോട്ട് പോകുന്നതുമായിട്ടുള്ള ഇമ്പൾസ് വന്നു ചേരുന്നത് തലാമസിലായിരിക്കും. അതുകൊണ്ടാണ് റിലേ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുമാത്രമല്ല, നമ്മുടെ സെറിബ്രത്തിലേക്ക് വരുന്ന, അതായത് വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡിയിൽ നിന്ന് സെറിബ്രത്തിലേക്ക് വരുന്ന ഇമ്പൾസിനെ അനലൈസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻറ്റ് വൺസിനെ സെറിബ്രത്തിലേക്ക് കൊടുക്കുന്നതും ആരാണ്, തലാമസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന തേർഡ് ഭാഗം, മൂന്നാമത്തെ ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ്, ഹൈപ്പോതലാമസ് ആണ്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലാമസിന് താഴെ കാണപ്പെടുന്ന ഭാഗത്തെയാണ് ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്ത് കാണപ്പെടുന്നതാണ് ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് കൺട്രോൾസ് അവർ ഹോമിയോസ്റ്റാസിസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഹൈപ്പോതലാമസ് ആണ്. അതായത് നമ്മുടെ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, ഹൈപ്പോതലാമസ് ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫോർത്ത് ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലം എന്നറിയപ്പെടുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. ബ്രെയിൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടാണ് എന്നറിയപ്പെടുന്നത് സെറിബെല്ലം എന്നറിയപ്പെടുന്നത്. സെറിബെല്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെറിബ്രത്തിന് പുറകിലായിട്ട് 2 ഫ്ലാപ്പ് കൂട്ടി വെച്ച് ഈ ഒരു സ്ട്രക്ചറിൽ ഇരിക്കുന്ന ഒരു പോർഷനാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇതേപോലെ തന്നെ ഇങ്ങോട്ടും ഒരു ഭാഗമുണ്ട്, ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിലിരിക്കുന്ന ഫ്ലാപ്പ് പോലെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് എന്നറിയപ്പെടുന്നത് സെറിബെല്ലം എന്നറിയപ്പെടുന്നത്. സെറിബെല്ലത്തിൽ വരുന്നുണ്ട് ഒത്തിരി ഫിഷേഴ്സ്, അതായത് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുക്കിച്ചുളിവുകൾ ഉണ്ട്. സെറിബെല്ലം കൺട്രോൾസ്
അവർ മസ്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഇക്വിലിബ്രിയത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? സെറിബെല്ലമാണ് ഫോർത്ത് പാർട്ട്. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ഫിഫ്ത്ത് പാർട്ടാണ് മെഡുല ഒബ്ലോങ്ങേറ്റ. മെഡുല ഒബ്ലോങ്ങേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറിബ്രത്തിന് താഴെ കാണപ്പെടുന്ന ഒരു പോർഷൻ, അതുപോലെ തന്നെ സെറിബെല്ലത്തോട് ചേർന്ന് കാണപ്പെടുന്ന പോർഷനാണ് നമ്മുടെ മെഡുല ഒബ്ലോങ്ങേറ്റ എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡ് ഷേപ്പ്ഡാണ്. ഈ മെഡുല ഒബ്ലോങ്ങേറ്റ കൺട്രോൾസ് അവർ ഇൻവോളണ്ടറി ആക്ഷൻസ്, അതായത് നമ്മുടെ ബ്രീത്തിങ്, നമ്മുടെ ഡൈജഷൻ, നമ്മുടെ ഹാർട്ട് ബീറ്റ്, അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? മെഡുല ഒബ്ലോങ്ങേറ്റ ആണ്. അതിൻ്റെ ഷേപ്പ് റോഡ് ഷേപ്പ്ഡാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന സ്പൈനൽ കോഡിനെ കുറിച്ചാണ്. മെഡുല ഒബ്ലോങ്ങേറ്റയുടെ ഒരു എക്സ്റ്റൻഷനാണ്, ഒരു കണ്ടിന്യൂവേഷൻ ആണ് സ്പൈനൽ കോഡ് എന്നറിയപ്പെടുന്നത്. സ്പൈനൽ കോഡ് ശരിക്കും നമ്മുടെ വെർട്ടിബിൾ കോളത്തിൽ, നട്ടെല്ലിൻ്റെ അകത്താണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. ബ്രെയിൻ പോലെ തന്നെ ഒരു 3 ലെയർ കവറിംഗ് ആയിട്ടുള്ള മെനിഞ്ചസ് മാർക്കുണ്ട് സ്പൈനൽ കോഡിനുണ്ട്. ഇതാണ് സ്പൈനൽ കോഡിൻ്റെ സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത്. നമുക്ക് ആ സ്ട്രക്ചറിൻ്റെ ഓരോ ഭാഗങ്ങളൊന്നും അടയാളപ്പെടുത്താം. ഈ ഒരു ഭാഗം, അകത്ത് കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രേ മാറ്റർ. ഗ്രേ മാറ്ററിന്റെ പുറത്ത് ഈ കാണുന്ന ഈ ഭാഗമാണ് വൈറ്റ് മാറ്റർ. പിന്നെ നിങ്ങൾ കണ്ട അറിയാം, ഗ്രേ മാറ്ററിന്റെ അകത്ത് ഒരു കനാൽ ഉണ്ട്, ഒരു സെൻട്രൽ കനാൽ. ആ ഒരു ഭാഗത്തെ നമ്മൾ പറയുന്ന പേരാണ് സെൻട്രൽ കനാൽ. പിന്നെ 2 നെർവ്സ് വരുന്നുണ്ട്. ഒന്ന്, ഇത് ഡോർസൽ റൂട്ടും ഇത് വെൻട്രൽ റൂട്ടും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വെർട്ടിബിൾ കോളത്തിന്റെ അകത്ത് ഇതൊരു ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷൻ ആണ് തന്നേക്കുന്നത്. ഹൊറിസോണ്ടൽ ക്രോസ് സെക്ഷൻ. അപ്പൊ സെൻട്രൽ കനാലിന്റെ അകത്തൂടെ എന്തുണ്ട്? സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ബ്രെയിനിന്റെ വെൻട്രിക്കിൾസിലും അതുപോലെ തന്നെ മെനിഞ്ചസിന്റെ ഇടയ്ക്കും എന്തുണ്ട്? CSF ഉണ്ട്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിന്റെ സെൻട്രൽ കനാലിലും എന്ത് ഫില്ലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്? CSF ഫില്ലപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു വെർട്ടിബിൾ കോളത്തിന്റെ അകത്താണ് എന്തുള്ളത്? സ്പൈനൽ കോഡ് പോകുന്നത്. ഇനി ഇമ്പൾസ് ശരിക്കും ക്യാരി ചെയ്തുകൊണ്ട് വരുന്നത്, അതായത് ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്ന നെർവ്സ് കൂടിയിരിക്കുന്ന ഭാഗം ഡോർസൽ റൂട്ടും, ഇമ്പൾസിനെ കൊണ്ടുപോകുന്നവരാണ് എന്താ? വെൻട്രൽ റൂട്ടും എന്ന് പറയുന്നത്. ഈ ഡോർസൽ റൂട്ടും വെൻട്രൽ റൂട്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു സ്പൈനൽ നെർവ് ആയിട്ട് മാറുന്നത്. ഈ രണ്ടും കൂടെ ചേർന്ന് ഈ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പൈനൽ നെർവ് എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിച്ചേ, ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും. നമ്മൾ സെറിബ്രത്തിന്റെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, ഔട്ട്സൈഡ് എന്താണ്? ഗ്രേ മാറ്ററും ഇൻസൈഡ് എന്താണ്? വൈറ്റ് മാറ്ററും. സ്പൈനൽ കോഡിന്റെ കാര്യത്തിൽ നേരെ ഉൾട്ടയാണ്. വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് ഔട്ട്സൈഡും ഗ്രേ മാറ്റർ എന്ന് പറയുന്നത് ഇൻസൈഡും ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു സെൻസറി ഇമ്പൾസ് വരുന്നത് എവിടെയാണ്? ഡോർസൽ റൂട്ട് വഴിയും അതുപോലെ തന്നെ മോട്ടോർ ഇമ്പൾസിനെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? വെൻട്രൽ റൂട്ട് വഴിയുമാണ്. ഇമ്പൾസിനെ എപ്പോഴും ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നതും, അതായത് ഇമ്പൾസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനൽ നെർവ്സിലൂടെ എവിടെ എത്തും? സ്പൈനൽ കോഡിലെത്തും. സ്പൈനൽ കോഡിൽ എത്തിയതിനു ശേഷം അത് ബ്രെയിനിലേക്ക് പോകും. ബ്രെയിനിൽ നിന്നും അതുപോലെ തന്നെ എന്ത് ചെയ്യും? സ്പൈനൽ കോഡിൽ വരും. പിന്നെ എന്താണ്? വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് പോകും. സോ ഇമ്പൾസ് ശരിക്കും ക്യാരി ചെയ്യുന്നതും ബ്രെയിനിൽ നിന്ന് കൊണ്ടുപോകുന്നതും ആരാണ്? സ്പൈനൽ കോഡാണ്. അതുപോലെ നമ്മുടെ വാക്കിങ്, റിപ്പീറ്റഡ് മൂവ്മെന്റ്സ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റിപ്പീറ്റഡ് മൂവ്മെന്റ്സ്, ഇപ്പോൾ വാക്കിങ്, റണ്ണിങ്, സ്വിമ്മിങ്, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ഉണ്ട്. അതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ സ്പൈനൽ കോഡാണ്. ഓക്കെ, അപ്പോൾ മക്കളെ നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റിഫ്ലെക്സ് ആക്ഷനെ കുറിച്ചാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ദ ആക്സിഡൻ്റൽ ആൻഡ് ഇൻവോളണ്ടറി റെസ്പോൺസ് ടുവേർഡ്സ് ദ സ്റ്റിമുലസ് ഈസ് കോൾഡ് റിഫ്ലെക്സ് ആക്ഷൻ. പെട്ടെന്നുണ്ടാവുന്ന, അതായത് നമ്മൾ പെട്ടെന്നുണ്ടാവുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കാത്തത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ കൈ പെട്ടെന്ന് നല്ല ചൂടുള്ള ഒരു പാത്രത്തിൻ്റെ അടുത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു തീയിലേക്ക് പെട്ടെന്ന് ഞാൻ കൈ കൊണ്ടുപോകാമെന്ന് വിചാരിക്കാം. ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യും? കൈ വലിച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത്, അയ്യോ കൈ പൊള്ളാൻ വേണ്ടി പോവുമായിരുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വലിച്ചു, അല്ലേ? നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കാണത്തില്ല? അതിനെക്കുറിച്ചൊരു ചിന്ത കാണത്തില്ല. അങ്ങനെയുള്ളതിനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ന് പറയുന്നത്. അതിനെ കൺട്രോൾ ചെയ്യുന്നത് സ്പൈനൽ കോഡാണ്. സോ നമ്മൾ ആ റിഫ്ലെക്സിനെ പറയുന്ന പേരാണ് സ്പൈനൽ റിഫ്ലെക്സ് എന്ന. നമ്മളിപ്പോൾ റിഫ്ലെക്സ് ആക്ഷൻ എന്താണെന്ന് പഠിച്ചു. റിഫ്ലെക്സ് ആർക്കിനെ കുറിച്ചാണ് നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.
സപ്പോസ് ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ തീയിലേക്ക് പോകുന്ന ഒരു സമയത്ത് എൻ്റെ കയ്യിൽ എന്തുണ്ട്, റിസപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പം ആ തീൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് എന്ത് ഫോം ചെയ്യേണ്ട, റിസപ്റ്റേഴ്സിൽ സ്റ്റിമുലസ് ഫോം ചെയ്യും. അല്ലെങ്കിൽ സ്റ്റിമുലസ് ആര് റിസീവ് ചെയ്യും, റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യും. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് ആര് റിസീവ് ചെയ്യും, യെസ്, എൻ്റെ കയ്യിലെ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്യും. ഈ റിസപ്റ്റേഴ്സ് റിസീവ് ചെയ്ത സ്റ്റിമുലസിനെ ആര് ക്യാരി ചെയ്യും, സെൻസറി ന്യൂറോൺസ് ക്യാരി ചെയ്തിട്ട് അത് നേരെ പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും, സ്പൈനൽ കോഡിലേക്കായിരിക്കും. സ്പൈനൽ കോഡിൽ ഒരു ന്യൂറോൺ ഉണ്ട്, നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഇന്റർ ന്യൂറോൺ എന്ന്. എന്താ പറയുന്നത്, ഇന്റർ ന്യൂറോൺ. അപ്പം സെൻസറി ന്യൂറോൺ ഇമ്പൾസിനെ ക്യാരി ചെയ്ത് സ്പൈനൽ കോഡിലെ ഇന്റർ ന്യൂറോൺ വരെ എത്തി. ഇനി ഇന്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നറിയാമോ, അതിനെ ക്വിക്കായിട്ട് അനലൈസ് ചെയ്യും, ക്വിക്ക് റെസ്പോൺസ് ഫോം ചെയ്യിപ്പിക്കും. ആ ഇൻഫോർമേഷൻ ആരിലേക്ക് പാസ് ചെയ്യും, നമ്മുടെ മോട്ടോ ന്യൂറോണിലേക്ക് പാസ് ചെയ്യും. മോട്ടോ ന്യൂറോൺ ആ ഇൻഫോർമേഷനെ ക്യാരി ചെയ്തുകൊണ്ട് എങ്ങോട്ടേക്ക് വരും, റിലേറ്റഡ് മസിൽസിലേക്ക് വരും. എവിടെയാണോ ബാധിക്കപ്പെട്ടത് റിലേറ്റഡ് മസിൽസിലേക്ക് എന്ത് ചെയ്യും, അത് വരും. അപ്പോൾ ആ ഇൻഫോർമേഷനെ ക്യാരി ചെയ്തുകൊണ്ട് ആ ഇൻഫോർമേഷൻ അതൊരു ഇമ്പൾസ് ആയിട്ട് ഫോം ചെയ്ത് മോട്ടോ ന്യൂറോൺ വഴി എവിടെ വരും, റിലേറ്റഡ് മസിൽസിൽ വരും. ആ റിലേറ്റഡ് മസിൽസിനപ്പം എന്ത് മനസ്സിലാകും, കൈ പെട്ടെന്ന് വലിച്ചോളാൻ മനസ്സിലാകും. പെട്ടെന്ന് ഇൻഫോർമേഷൻ കിട്ടി, അത് പെട്ടെന്ന് എന്ത് ചെയ്യും, കൈ വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. വി കോൾ ഇറ്റ് ആസ് റിഫ്ലെക്സ് ആർക്ക്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ നല്ല ഭംഗിയായിട്ട് അടയാളപ്പെടുത്തിയൊക്കെ തന്നിട്ടുണ്ട്, പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് സ്പൈനൽ റിഫ്ലെക്സിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ മറ്റൊരു റിഫ്ലെക്സ് ഉണ്ട്, സെറിബ്രൽ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ആ റിഫ്ലെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കണ്ണ് ശരിക്കും പെട്ടെന്ന് അടയ്ക്കും. അതായത് നമ്മുടെ കണ്ണിലേക്ക് എന്തെങ്കിലും അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കണ്ണ് പെട്ടെന്ന് അടയ്ക്കും. അങ്ങനെയുള്ള റിഫ്ലെക്സിനെ നമ്മൾ പറയുന്ന പേരാണ് സെറിബ്രൽ റിഫ്ലെക്സ്. അത് കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രമാണ്. നിങ്ങൾ ടെക്സ്റ്റിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്, 2 ടൈപ്പ് റിഫ്ലെക്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സ്പൈനൽ റിഫ്ലെക്സും സെറിബ്രൽ റിഫ്ലെക്സും. സ്പൈനൽ റിഫ്ലെക്സ് ശരിക്കും സ്പൈനൽ കോഡാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെറിബ്രൽ റിഫ്ലെക്സ് ശരിക്കും കൺട്രോൾ ചെയ്യുന്നത് സെറിബ്രം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ പോർഷൻ വിട്ടുപോയി, ഞാൻ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ആൽക്കഹോളും റിഫ്ലെക്സ് ആക്ഷനും തമ്മിലുള്ള ആ ഒരു ബന്ധം. നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്ന സമയത്ത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ, നമ്മളതിനെ ഗാബ എന്നാണ് പറയുന്നത്, ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ്. ഈ ഗാബ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യും. ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഇൻഹിബിറ്ററാണ്. ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് റിഫ്ലെക്സ് ആക്ഷൻസിൻ്റെ ഒക്കെ സ്പീഡ് കുറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രോപ്പർ ഡിസിഷൻസ് ആ ടൈമിൽ എടുക്കാനായി പറ്റാതെയായിട്ട് വരും. ഇതൊരു ഇൻഹിബിറ്റർ പോലത്തെ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അതുകൊണ്ടാണ് ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന്, അതായത് റിഫ്ലെക്സ് ആക്ഷൻസ് വരാത്തത്, പെട്ടെന്ന് പ്രോപ്പർ ഡിസിഷൻസ് അവർക്ക് എടുക്കാൻ പറ്റാത്തത്. മറ്റൊരു കാര്യം ഞാൻ മറന്നുപോയത്, സ്പൈനൽ കോഡും വെർട്ടിബ്രൽ കോളം തമ്മിലുള്ള ബന്ധമാണ്. നമുക്കറിയാം ഫീറ്റസിൽ, അതായത് കുഞ്ഞു കുട്ടികളിൽ സ്പൈനൽ കോഡിൻ്റെ ലെങ്തും വെർട്ടിബ്രൽ കോളത്തിൻ്റെ ലെങ്തും ഏകദേശം സെയിം ആയിരിക്കും. പക്ഷെ അവർ അഡൾട്ട് ആയി കഴിഞ്ഞ സമയത്ത് നമുക്കറിയാം വെർട്ടിബ്രൽ കോളം വളരും, പക്ഷെ സ്പൈനൽ കോഡിന് ഹാഫ് എ പോർഷൻ മാത്രമേ വളർച്ച കാണത്തുള്ളൂ. അതായത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ വളർച്ചയും സ്പൈനൽ കോഡിൻ്റെ വളർച്ചയും പ്രൊപ്പോർഷണൽ ആയിരിക്കത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്. ഇപ്പം നമ്മുടെ ബോഡിയിൽ പെട്ടെന്നുണ്ടാവുന്ന ഫിയർ കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നാലോ നമ്മുടെ ബോഡിയിൽ ആ ഒരു ഇൻസ്റ്റൻറ്റിൽ നമ്മുടെ ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആയിരിക്കും. ഞാൻ പെട്ടെന്നൊരു പാമ്പിനെ കണ്ടാൽ പെട്ടെന്ന് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ എൻ്റെ ബോഡിയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. ആ ഒരു മാറ്റത്തെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ്. ആ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. ഇതിനെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സിമ്പത്തറ്റിക് സിസ്റ്റം, സെക്കൻഡ് വൺ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. അപ്പം ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ. കോൺഷ്യസ് ലെവലിന് അപ്പുറമുള്ള ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ്. നിങ്ങളുടെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് തന്നെയാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെക്കുറിച്ച്. അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് എന്ന്. അതുപോലെ തന്നെ ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗം തന്നെ ആണ്. അപ്പോൾ നമ്മൾ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചു. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചു, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ഇനി ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓർഗനാണ് പ്യൂപ്പിൾ. പ്യൂപ്പിള് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഡയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ പ്യൂപ്പിൾ കൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി സലൈവറി ഗ്ലാൻഡ്, നമുക്കറിയാം സലൈവറി ഗ്ലാൻഡ് എന്തിനാണ്? സലൈവ പ്രൊഡക്ഷന് വേണ്ടിയാണ്. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. നമുക്കറിയാം പെട്ടെന്ന് നമ്മളൊരു പാമ്പിനെ കണ്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ തൊണ്ടയെല്ലാം വരണ്ട് നമുക്ക് വെള്ളം കുടിക്കാനായിട്ട് തോന്നും. സോ സലൈവ പ്രൊഡക്ഷൻ ഡിക്രീസ് ചെയ്യും. ഏത് കണ്ടീഷനിൽ? സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ. നേരെ മറിച്ച് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ സലൈവ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത ഓർഗൻ ട്രക്കിയ. ട്രക്കിയ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എക്സ്പാൻഡ് ചെയ്യുകയും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ കൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഹാർട്ട്. ഹാർട്ട് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യുകയും പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഹാർട്ട് ബീറ്റ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? നോർമൽ സ്റ്റേറ്റിലേക്ക് വരികയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റി സ്ലോ ഡൗൺ ചെയ്യും. അതായത് നമുക്കറിയാം നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് ഡൈജഷൻ, ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സ്റ്റൊമക്കാണ്. ആ ആക്ടിവിറ്റീസ് എല്ലാം എന്ത് ചെയ്യും? സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് ഉണ്ടാകും, നോർമൽ സ്റ്റേറ്റിലേക്കാണ്. നെക്സ്റ്റ് വൺ ലിവർ. ലിവറിന്റെ പ്രത്യേകത, നമ്മളുടെ ബോഡിയിൽ എപ്പോഴും ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗ്ലൈക്കോജൻ ആയിട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ്, ചോറ് എന്തുമായിക്കോട്ടെ, അതെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് അവസാനം ഫോം ചെയ്യുന്ന എന്താണ്? ഗ്ലൂക്കോസ് ആണ്. അത് ബ്ലഡിലാണ് ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നത്. ആ ഗ്ലൂക്കോസ് ബ്ലഡിൽ തന്നെ നിൽക്കാതെ അത് സെൽസിലേക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലൈക്കോജൻ ആയിട്ടാണ് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ലിവറിൽ ഗ്ലൈക്കോജൻ എന്തായിട്ട്, ലിവറിലെ ആ ഒരു ഓർഗനിൽ നടക്കുന്ന മാറ്റമാണ്. സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഗ്ലൈക്കോജൻ എന്തായിട്ട് മാറും? ഗ്ലൂക്കോസ് ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോർഡ് ഫുഡ് എവിടെ ഇരിക്കുന്നത്? എന്തായിട്ടിരിക്കുന്നത്? ഗ്ലൈക്കോജൻ ആയിട്ടായിരിക്കുന്നത്. അപ്പോൾ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നമുക്ക് എന്ത് വേണം? കൂടുതൽ എനർജി വേണം അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ഗ്ലൈക്കോജനെ ഡയറക്റ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം അടുത്തതിൽ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ഗ്ലൂക്കോസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സ്റ്റോർഡ് ഫുഡായി ഗ്ലൈക്കോജനായിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം ആവശ്യം കഴിഞ്ഞു അത് നേരെ സെല്ലിലേക്ക് പോയി സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈനിൽ രണ്ട് ഫങ്ഷൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം പെരിസ്റ്റാലിസിസ് ഇൻറ്റസ്റ്റൈനിൽ എന്ത് ചെയ്യും? സ്ലോ ഡൗൺ ചെയ്ത് പതുക്കെ ഫുഡൊക്കെ ഇറങ്ങി ഫുഡിൻ്റെ ആ ഒരു പ്രോസസ്സ് നടക്കത്തുള്ളൂ. രണ്ടാമത്തത് ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഇൻറ്റസ്റ്റൈനിൽ എന്ത് ചെയ്യും? ഹോർമോൺ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ വരുമ്പോൾ പെരിസ്റ്റാൾസിസ് നോർമൽ ആകും. അതുപോലെ തന്നെ ഹോർമോൺ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിക്രീസ് ചെയ്യുന്ന ആരാണ് കിടക്കുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഫങ്ഷൻസ് ആണ് ഇൻറ്റസ്റ്റൈനിലുള്ളത്. അടുത്ത ഓർഗൻ എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡറാണ്. യൂറിനറി ബ്ലാഡർ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ നോർമൽ സ്റ്റേറ്റിലായിരിക്കും. അതായത് ഇവിടെ ബാക്കി എല്ലാ ഓർഗൻസിനും മാറ്റം വരും, പക്ഷേ യൂറിനറി ബ്ലാഡർ എന്തായിരിക്കും? നോർമലായിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ ചെല്ലുന്ന സമയത്ത് ബാക്കി എല്ലാ ഓർഗൻസും നോർമൽ സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യും, പക്ഷേ യൂറിനറി ബ്ലാഡർ എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ, അതായത് ആ ഒരു ഇൻസ്റ്റൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ, നമുക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് തോന്നുന്നത് തന്നെ. നെർവസ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ അവസാനമായിട്ടൊരു 3 ഡിസോർഡേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ 3 ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ അൽഷിമേഴ്സ്, സെക്കൻഡ് വൺ പാർക്കിൻസൺസ്, തേർഡ് വൺ എപ്പിലെപ്സി. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അൽഷിമേഴ്സിനെ കുറിച്ചാണ്. അൽഷിമേഴ്സിൻ്റെ കോഴ്സാണ്. എന്താണ് അൽഷിമേഴ്സ്, എങ്ങനെയാണ് അൽഷിമേഴ്സ് ഉണ്ടാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, accumulation of an insoluble protein in the neural tissue of the brain. ബ്രെയിനിലെ ന്യൂറൽ ടിഷ്യൂസിൽ ഒരു ഇൻസോലബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് വന്ന് അക്യൂമുലേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കും? ആ ന്യൂറോൺസ് എന്ത് ചെയ്യും? ഡെസ്ട്രോയ് ചെയ്ത് പോകും, അതായത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മെമ്മറി, ലോസ് ഓഫ് മെമ്മറിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിംറ്റംസ്. 2, ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്.
ഫ്രണ്ട്സിനെയോ ഫാമിലീസിനെ കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്തത്. മൂന്നാമത്തത് ഇന്നബിലിറ്റി ടു ഡു വർക്ക്സ്, നമ്മുടെ റുട്ടീൻ വർക്ക്സ് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റാത്തത്. അപ്പോൾ ഇതാണ് അൾഷിമേഴ്സ് എന്ന് പറയുന്ന ഡിസീസ്. രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പാർക്കിൻസൺ ഡിസീസിനെ കുറിച്ചാണ്. പാർക്കിൻസൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ബ്രെയിൻ, പ്രൊഡക്ഷൻ ഓഫ് ഡൊപ്പാമിൻ ഗെറ്റ് റെഡ്യൂസ്ഡ്. അതായത് ഡൊപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എ ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ. ഗ്രൂപ്പ് ഓഫ് ന്യൂറോണെയാണ് ഗാംഗ്ലിയോൺ എന്ന് പറയുന്നത്. ഡൊപ്പാമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാംഗ്ലിയോൺസ് ഡിസ്ട്രക്ട് ചെയ്തു പോകും, അതായത് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഡൊപ്പാമിൻ്റെ അളവ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അതിൻ്റെ സിംറ്റംസ് നമ്മുടെ ബോഡി ബാലൻസ് നഷ്ടപ്പെട്ടു പോകും. രണ്ടാമത് ഇറഗുലർ മൂവ്മെൻറ്റ്സ് ഓഫ് മസിൽസിൻ്റെ ഇറഗുലർ മൂവ്മെൻറ്റ്സ്, അതുപോലെ നമ്മുടെ ബോഡി ഷിവർ ചെയ്തുകൊണ്ടേയിരിക്കും. നാലാമത്താണ് പ്രൊഫ്യൂസ് അലൈവേഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത്. അടുത്ത ഡിസോർഡറാണ് എപ്പിലെപ്സി. എപ്പിലെപ്സി എന്ന് പറയുന്ന ഡിസോർഡർ കാരണമാകുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂവസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിൻ. അതായത് ബ്രെയിനിലെ ന്യൂറോൺസിലൂടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഇറഗുലറായിട്ട് നടക്കുന്നത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? എപ്പിലെപ്സി ഉണ്ടാകുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രോത്ത് ഡിസ്ചാർജ് ഫ്രം മൗത്തിൽ നിന്ന് നുരയും പതയും ഉണ്ടാവും. നമ്മുടെ മൗത്തിൽ നിന്ന് എന്ത് ചെയ്യും? ഒലിച്ചിറങ്ങി വരും. രണ്ടാമത്തത് നമ്മുടെ ക്ലൻസിങ് ഓഫ് ടീത്ത്, നമ്മൾ പല്ല് കടിച്ചിറുമി വയ്ക്കും. അവസാനം ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായി കഴിയുമ്പം ആ എപ്പിലെപ്സി ഉള്ളയാൾ എന്ത് സംഭവിക്കും? അൺകോൺഷ്യസ് ആയിട്ട് വീഴുകയാണ് ചെയ്യുന്നത്. ഇത് ഈ 3 ഡിസോർഡേഴ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഈ കോളംസ് ആ ടെക്സ്റ്റിൽ അതേ കോളംസ് അതേ സെൻറ്റൻസിൽ എഴുതി വെച്ചതേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി നിങ്ങൾ നമ്മുടെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ സെൻസേഷൻ ആൻഡ് റെസ്പോൺസസ് എന്ന് പറയുന്ന യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്, മെസ്സേജ് ചെയ്യുക. ഡൗട്ട്സ് ഒക്കെ ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.